മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു കുൻതു ഇൻദ അബ്ദുല്ലാഹി ഇബ്നു ഹൻദല അബ്ദുല്ലാഹി ഇബ്നു ഹൻദല റളിയല്ലാഹു അൻഹുവിന് രോഗം ബാധിച്ചപ്പോൾ മഹാനവറുകളെ കാണാൻ വേണ്ടി ചെന്നു. രോഗിയായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഹൻദല റളിയല്ലാഹു അൻഹു രോഗിയായി കിടക്കുകയാണ്. രോഗസന്ദർശനത്തിന് ഞാൻ ചെന്നപ്പോൾ അവിടെ ഇരിക്കണ ഒരാളിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ് ആയത്ത്, ലഹും മിൻ ജഹന്നമ മിഹാദ് വമിൻ ഫൗഖിഹിം ഗവാഷ്. നാളെ നരകത്തിലേക്ക് വീഴുന്ന ആളുകൾക്ക് അല്ലാഹു ലഹും മിൻ ജഹന്നമ മിഹാദ്, നരകത്തിന്റെ തീയാണ് അല്ലാഹു അവർക്ക് വിരിപ്പാക്കി കൊടുക്കുന്നത്. വമിൻ ഫൗഖിഹിം ഗവാഷ്, മീതെ നിന്നും നരകം അവരെ പൊതിയുന്നതാണ്, താഴെ നിന്നും നരകം തീയിലായിരിക്കും അവര്. ഇത് പറഞ്ഞപ്പോ ഫബകാ, കരഞ്ഞു. കരഞ്ഞു എന്ന് മാത്രമല്ല, ആ കിടന്ന കിടപ്പിൽ മഹാനവറുകൾ മരിച്ചു പോകുമോ എന്ന് പോലും ഞാൻ പേടിച്ചു. ഒരൊറ്റ ആയത്ത് ഓതിയതാണ്, ലഹും മിൻ ജഹന്നമ, ലഹും മിൻ ജഹന്നമ മിഹാദ് വമിൻ ഫൗഖിഹിം ഗവാഷ്. അല്ലാഹുവിന്റെ നരകശിക്ഷയെ വിവരിക്കുന്ന ഒരായത്ത് കേൾക്കുന്ന സമയം ആ ആയത്തിനെ സംബന്ധിച്ചുള്ള ചിന്തയിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹൻദല റളിയല്ലാഹു അൻഹുവിന് മരണം സംഭവിക്കുമോ എന്ന് പോലും ഞാൻ പേടിച്ചുപോയി എന്ന് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു കൂട്ടുകാരൻ പറയാണ്. സുഫിയാനു സൗരി എന്ന പ്രഗൽഭനായ പണ്ഡിതൻ, മുഹദ്ദിസാണ്, ഫഖീഹാണ്, തസവ്വുഫിന്റെ ആലിമാണ് മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ കരയാണ്. ഒരു ദിവസം അബ്ദുറഹ്മാൻ ഇബ്നുൽ മഹ്ദി തങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോ മഹാനായ സുഫിയാനു സൗരി തങ്ങൾ എന്തെന്നില്ലാത്ത കരച്ചിൽ. അപ്പൊ ചോദിച്ചു, അല്ല എന്തിനാണ് ഈ കരച്ചിൽ? യാ അബ്ദല്ലാഹ് അറാക കസീറദ് ദുനൂബി, നിങ്ങൾ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ടോ, തെറ്റ് ചെയ്തിട്ടുണ്ടോ, അതിനാണോ ഈ കരയുന്നത്? എപ്പോഴും കരച്ചിലാണല്ലേ, എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോ മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന മറുപടി, വല്ലാഹി ലദുനൂബി അഹ്വനു ഇൻദി മിൻ ഹാദാ തുറാബ് വലാകിന്നി അഖാഫു അൻ ഉസ്ലബൽ ഈമാന ഖബ്ലൽ മൗത്ത്. എന്റെ പാപങ്ങളല്ല എന്റെ പേടി, ഈ മണ്ണിനേക്കാളും നിസ്സാരമാണ് എന്റെ പാപങ്ങൾ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്റെ ഭയം മരിക്കുന്ന സമയത്ത് ഈമാൻ എന്നിൽ നിന്ന് ഉയർത്തപ്പെടുമോ എന്ന് ഞാൻ പേടിക്കുന്നു. മരിക്കുമ്പോ ഈമാൻ കിട്ടില്ലയോ, അടിസ്ഥാനപരമായ ഈമാൻ എനിക്ക് നഷ്ടപ്പെടുമോ എന്ന പേടിയിലാണ് ഞാൻ. തെറ്റ് ചെയ്തതിന് ഈമാൻ ഉണ്ടായിട്ട് തെറ്റ് ചെയ്തവർ, അതല്ലേ, എൻ്റെ ഈമാൻ തന്നെ നഷ്ടപ്പെടുമോ, എനിക്ക് മരിക്കുമ്പോൾ ഈമാൻ ഉണ്ടാകുമോ എന്ന ഭയമാണ് എന്നെ പിടികൂടിയതെന്ന് ലോക പണ്ഡിതനായ മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു. നമ്മളൊരു ഹജ്ജ് ഉംറയും കഴിയുമ്പോഴേക്കും മാഷാ അല്ലാഹ് ഉംറയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് കേട്ടോ, ഇനി സ്വർഗത്തിലേക്ക് മരിച്ചു കിട്ടിയാൽ മതി, ഞാൻ പോകാൻ റെഡിയാണ്. നമ്മളങ്ങനെ ആലോചിക്കുകയാണ്. അള്ളാഹുവിനെ പറ്റി നല്ലതാണ് വിചാരിക്കേണ്ടത്, ഒക്കെ ശരിയാണ്. പക്ഷേ വലിയൊരു പേടി കൽബിന്റെ ഉള്ളിൽ വരും മുഅ്മിനീങ്ങൾക്ക്. ലാ അജ്മഉ അലാ അബ്ദി ഖൗഫൈനി ഔ അംനൈൻ, രണ്ട് പേടിയോ രണ്ട് സുരക്ഷിതത്വമോ ഒരു സത്യവിശ്വാസിക്ക് അല്ലാഹു നൽകുകയില്ല. എന്താ അതിന്റെ അർത്ഥം? ഇവിടെ പേടിച്ചു, നാ പരലോകത്ത് പേടിക്കേണ്ടി വരില്ല, രണ്ട് പേടി വരില്ല. ഇവിടെ കൂളായിട്ട് നടക്കുകയാണ്, ഒരു പേടിയില്ല അല്ലാഹുവിനെ. പരലോകത്തെ നാളെ പേടിയില്ലാത്ത അവസ്ഥ വരില്ല, നാളെ പേടിക്കേണ്ടി വരും. രണ്ട് സുരക്ഷിതത്വ ബോധമോ രണ്ട് ഭയപ്പാടോ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ വരികയില്ലെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, അവരുടെ മുമ്പിൽ ഒരു യാചകൻ വരുന്നു. റമദാൻ ആകുമ്പോൾ രാവിലെ തന്നെ വീടുകളുടെ മുറ്റത്തേക്കൊക്കെ ഓരോരുത്തർ ഇങ്ങനെ വരും. പല ആളുകളും മുസ്ലിം ഉണ്ടാവും, അതിൽ അമുസ്ലിം ഉണ്ടാവും, അർഹരുണ്ടാകും, അനർഹരുണ്ടാവും. നമുക്കൊക്കെ റമദാനിലെ ഒരു അനുഭവം അങ്ങനെയാണ്. പലരും വരും, നമ്മൾ ഉള്ളത് എടുത്തു കൊടുക്കുക, ഇല്ലെങ്കിൽ നല്ല വാക്കെങ്കിലും പറഞ്ഞു കൊടുക്കുക, അത്രയേ നമുക്കൊണ്ട് ചെയ്യാൻ പറ്റൂ. അവരെ കൊണ്ടിരുത്തിയിട്ട് ഫാത്തിഹ ഓദിക്കുക, മുസ്ലിമാണെന്ന് നോക്കട്ടെ,
അങ്ങനെ ടെസ്റ്റ് ചെയ്യൊന്നും വേണ്ടെന്ന്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് കുഴപ്പമില്ല, എന്തുണ്ടെങ്കിൽ കൊടുത്തേക്കണം. ഇല്ലേ, അടുത്ത പ്രാവശ്യം വരെ എൻ്റെ അടുത്ത് ഇപ്പം ഇല്ല, ഉള്ളത് പറഞ്ഞു കൊടുക്കുക. ആരെയും എന്ത് ചെയ്യണ്ട, ടെസ്റ്റ് ചെയ്യണ്ട. ഇന്ന് ഒതുകൊടുത്താൽ എനിക്ക് ഒതുകൊടുക്കാൻ അറിയുമോ നോക്കട്ടെ, ഈ മുസ്ലിം തന്നെയാണോ, ആ ഇൻ്റർവ്യൂ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യരുതെന്നാ. ഒരു മനുഷ്യൻ്റെ അഭിമാനം നഷ്ടപ്പെടുത്തണ്ട. അയാൾ യാചിക്കാനുള്ളൊരവസ്ഥയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടതല്ലേ, യാചന അയാൾ സ്വയം ഏറ്റെടുത്തതല്ലേ, ഇനി അയാളെ നാണം കെടുത്തണ്ട, ഉള്ളത് കൊടുക്കാന്ന്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയുടെ മുമ്പിലേക്ക് വന്നപ്പോൾ അതാഹു ദീനാർ. ബഹുമാനപ്പെട്ടവരെ, യാചകൻ വന്നിരിക്കുന്ന മുമ്പിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ കൂടെയുള്ള ബഹുമാനപ്പെട്ടവരുടെ മോനോട് പറഞ്ഞു, നിങ്ങൾ അയാൾക്കൊരു ദീനാറങ്ങ് കൊടുത്തേക്കണം. ആതുഹി ദീനാറ, ഒരു ദീനാറ് കൊടുക്കണേ എന്ന് പറഞ്ഞു. അയാളത് വാങ്ങിച്ചു പോവാണ്. വാങ്ങിച്ചു പോകുമ്പോൾ മോൻ പറഞ്ഞു, തഖബ്ബലല്ലാഹു മിൻക യാ അബതാ, വാപ്പാ നിങ്ങളാ കൊടുത്ത സംഭാവന അല്ലാഹു സ്വീകരിക്കട്ടെ. തഖബ്ബലല്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലൗ അലിംതു അന്നല്ലാഹ തഖബ്ബല മിന്നി സജ്ദതൻ ഔ സദഖത ദിർഹമിൻ വാഹിദിൻ ലം യകുൻ ഗായിബുൻ അഹബ്ബ ഇലയ്യ മിനൽ മൗത്ത്. മോനെ, എൻ്റെ ഒരു നിസ്കാരമോ എൻ്റെ ഒരു ദാനമോ ഞാൻ കൊടുത്ത ഒരു ദിർഹമോ ഒരു രൂപയോ അല്ലാഹു സ്വീകരിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ മരണത്തോളം ഇഷ്ടമുള്ള മറ്റൊന്നും വാപ്പാക്കില്ല മോനെ എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. സ്വീകരിക്കട്ടെ വാപ്പ, അല്ലാഹു കബൂലാക്കട്ടെ എന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ പറയുന്ന വാക്കാണിത്. എങ്ങനെ? മോനെ, എൻ്റെ ഒരു സുജൂദോ ഒരു നിസ്കാരോ അല്ലാഹു സ്വീകരിച്ചു എന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ ഞാൻ മരിക്കാൻ റെഡിയാണ്. പക്ഷേ അല്ലാഹു സ്വീകരിച്ചേക്കുമോ? യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. യഖാഫൂന യൗമ, അവരൊരു ദിവസത്തെ സംബന്ധിച്ച് പേടിയിലാണ്. തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, കണ്ണുകളും ഹൃദയങ്ങളും മറിഞ്ഞു പോകുന്ന ഒരു ദിവസം. പരലോകത്തെ സംബന്ധിച്ചുള്ള ഭയപ്പാടിലാണ് അവര്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ആയിഷ ബീവിയോട് അതാ റളിയല്ലാഹു അൻഹു ചോദിച്ചുവല്ലോ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യയോട്, ഉമ്മുൽ മുഅ്മിനീനോട്, യാ ഉമ്മ ആയിഷ ബീവി, അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ കൂടെ അങ്ങ് ജീവിച്ച ജീവിതകാലത്ത് മറക്കാൻ കഴിയാത്തൊരനുഭവം പറഞ്ഞു തരുമോ? മറക്കാൻ കഴിയാത്തൊരനുഭവം, ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവം, അതൊന്ന് പറഞ്ഞു തരുമോ? ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ഹബീബിന്റെ കൂടെ ജീവിച്ച ജീവിതകാലം, മദീനയിലെ ജീവിതകാലത്ത് മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം പറഞ്ഞത്. ദഖല ഇലാ ബൈതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ വീട്ടിലേക്ക് ഒരു രാത്രി കയറി വന്നു. ചെറുപ്പക്കാരിയായ ഭാര്യയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവിക്കോ അല്ലാഹുവിൻ്റെ റസൂൽ അരികത്ത് വേണം, എല്ലായ്പ്പോഴും നബി തങ്ങൾ കൂടെ വേണം. ഹബീബില്ലാത്ത ജീവിതം അവർക്ക് ഓർക്കാൻ കഴിയില്ല. ആ രാത്രി നബി തങ്ങൾ എന്നോട് പറഞ്ഞു, ആയിഷ ദഈനി അതഅബ്ബദു ലിറബ്ബി. ആയിഷ, ഇന്ന് ഞാൻ ഇബാദത്തിന് വേണ്ടി മാറി നിൽക്കട്ടെയോ, എന്നെ ഒന്ന് വിടുമോ? ദഈനി എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ഇവിടെ കിടക്കുകയല്ല, ഞാൻ എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്. അതഅബ്ബദു ലിറബ്ബി, എൻ്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്കുകയാണെന്ന്. ഞാൻ നിസ്കരിക്കട്ടെ ആയിഷ. അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങേക്ക് എന്ത് ഇഷ്ടമാണോ അതാണ് എൻ്റെ ഇഷ്ടം നബിയെ. അങ്ങേക്ക് ഇബാദത്ത് വേണമെങ്കിൽ അങ്ങേ ഇബാദത്തിലേക്ക് പോയിക്കോളൂ, എനിക്ക് വിരോധമില്ല. ഫതവല്ലഅ, നബി തങ്ങൾ വുദു എടുത്തു. പാതിരാത്രിയിൽ നബി തങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുകയാണ്. ഫകബ്ബറ, നബി തങ്ങൾ തക്ബീർ ചൊല്ലി. ദീർഘമായ ഖിയാം, ഒരുപാട് നേരം നിന്നു. റുകൂഇലേക്ക് പോകുന്നത് വരെ റുകൂഇൽ ഒരുപാട് നേരം, ഇഅ്തിദാലിലേക്ക് വന്നു, സുജൂദിലേക്ക് പോകുന്നു, ഒരുപാട് നേരം സുജൂദിൽ കിടന്നു. നബി തങ്ങളുടെ ഖൽബിൻ്റെ ഒരു പിടക്കൽ, തിളച്ച കലത്തിൽ വെള്ളം തിളയുന്ന പോലെ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ഖൽബിൽ നിന്ന് യുസ്മഉ ലഹു അനീനുൻ കഅനീനിൽ മിർജൽ, ഒരു പാത്രത്തിൽ വെള്ളം തിളച്ചു വെക്കുമ്പോൾ അതിൻ്റെ തിളക്കുന്ന സമയത്തുണ്ടാകുന്ന ശബ്ദം പോലെ നബി തങ്ങളുടെ ഖൽബിൽ നിന്നും വരുന്ന തേങ്ങൽ ഞാൻ കേൾക്കുമായിരുന്നുവെന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. അത് കുറഞ്ഞല്ലോ, ഡൗണായി വരുന്നുണ്ട്. അപ്പോൾ
മഹദി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫകമ്മല റസൂലുള്ളാഹി റക്അതൈനി, 2 റക്അത്ത് അല്ലാഹുവിൻ്റെ ഹബീബ് നിസ്കരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴേക്കും രാത്രി മുഴുവനും കഴിഞ്ഞിട്ടുണ്ട്, സുബ്ഹിയാവാറായിട്ടുണ്ട്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിച്ചു, മാ യുബ്കീക യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ നബിയേ, അങ്ങ് എന്തിനാണ് ഈ കരയുന്നത്? അങ്ങയുടെ കരച്ചിൽ കാണുമ്പോൾ എനിക്ക് കരയാൻ തോന്നുന്നു നബിയേ, എന്താണ് അങ്ങ് കരയാൻ കാരണം? വഹൽ തബ്കി ഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. അല്ലാഹുവിൻ്റെ നബിയേ, അല്ലാഹു നിങ്ങൾക്ക് പാപ സുരക്ഷിതത്വം നൽകിയിട്ടുണ്ടല്ലോ, അങ്ങേക്ക് പാപങ്ങളില്ലല്ലോ, പിന്നെന്തിനാ നബി അങ്ങ് കരയുന്നത്? മാ യുബ്കീക യാ റസൂലല്ലാഹ് ബിഅബീ അൻത വഉമ്മീ മാ യുബ്കീക യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ നബിയെ കരയുന്നത് എന്ന് ചോദിച്ചു. മുൻസിലത്ത് അലയ്യ ലൈല ആയ, സൗണ്ട് കുറയുന്നുണ്ട്, നല്ല സൗണ്ട്. മുൻസിലത്ത് അലയ്യ ലൈല ആയ, ഇന്ന് രാത്രി എനിക്ക് അല്ലാഹു ആയത്തിറക്കി തന്നു ബിലാലേ. ഫഖാൽ, എന്നോട് പറഞ്ഞത്, വൈലുൻ അലാ മൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ, അത് ചിന്തിക്കാതെ ആലോചിക്കാതെ വെറുതെ ഓതിപ്പോകുന്ന ആളുകൾക്ക് നരകത്തിൻ്റെ ശിക്ഷ വരും എന്ന് തന്നെ അല്ലാഹു എന്നോട് പറഞ്ഞു. ആ ആയത്തോതി അത് ചിന്തിച്ചുകൊണ്ട് ഞാൻ കരയുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار من أخزيته فقد أخزيته وما للظالمين من أنصار. ശുദ്ധമായ ഖുർആനിലെ സൂറത്തു ആലി ഇംറാനിൻ്റെ അവസാന ഭാഗം നബി തങ്ങൾക്ക് അവതരിച്ച ഒരു രാത്രിയാണത്. ശുദ്ധമായ ഖുർആനിലെ ഈ ആയത്തുകളെ സംബന്ധിച്ചാണ് തങ്ങൾ പറഞ്ഞത്, ആരെങ്കിലും അത് ഓതുകയും ചിന്തിക്കാതിരിക്കുകയും ചെയ്താൽ അവർക്ക് ശിക്ഷയുണ്ടാകുമെന്ന്. നമ്മൾ എത്ര ജുസുപ്പ് റമദാനിൽ ഓതി, ചിലപ്പോൾ ഖത്മുകൾ ഒരുപാട് തീർത്തവരുണ്ടായിരിക്കും. ഈ ആയത്തിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും. ചിലപ്പോൾ സൂറത്തു ആലി ഇംറാനിൻ്റെ അവസാന ഭാഗം, ആ ആയത്തുകൾ ഓതിക്കൊണ്ട് ചിന്തിക്കാതെ പോകുന്നവർക്ക് ശിക്ഷ ഉണ്ടാകുന്നു എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഓതണേയില്ല, പടച്ചോനെ ശിക്ഷ കിട്ടുമോ? അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. അർത്ഥമറിയുന്ന ആളുകൾ, അർത്ഥം പഠിച്ചെടുക്കാൻ കഴിയുമായിരുന്ന ആളുകൾ അത് പഠിച്ചെടുക്കാതെ അലസമായി ഓതിക്കൊണ്ടുപോയാൽ അവർക്ക് ശിക്ഷ ഉണ്ടാകുമെന്നാണ്. പക്ഷേ അർത്ഥമറിയില്ല, അർത്ഥമറിയാതെ ഖുർആൻ ഓതിയാലും കൂലി ഉണ്ടാകുന്നതാണ്, പ്രതിഫലം ഉണ്ടെന്നാണ്. അങ്ങനെ ഒന്ന് ഉഷാറായിട്ട് വരട്ടെ. അവിടെ അർത്ഥമറിയാതെ ഓതിയാലും എന്തുണ്ട്? ലിക്കുല്ലി ഹർഫിൻ അശ്റു ഹസനാത്ത്, ഓരോ അക്ഷരത്തിനും 10 കൂലിയുണ്ടെന്നാണ്. അർത്ഥമറിയുന്ന ആളുകൾ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിൻ്റെ പുറത്തേക്ക് ആയത്തിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾ അത് അർത്ഥമറിഞ്ഞുകൊണ്ട് തന്നെ ഖുർആൻ ഓതേണ്ടവരാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുണ്ട്. ഇഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാവും പകലും മാറി മാറി വരുന്നതിലുമുണ്ട്.
ലആയാതിൻ ലിഉലിൽ അൽബാബ്, ബുദ്ധിമാനികളായ ആളുകൾക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അടയാളങ്ങളുണ്ട്. ഇത് പറഞ്ഞ ഭാഗമാണത്. രാവിലും പകലും മാറി വരുമ്പോൾ ഭൂമി അള്ളാഹു സൃഷ്ടിച്ചത്, മഴ പെയ്യുന്നത്, വെയിലുദിക്കുന്നത്, സൂര്യോദയം, സൂര്യാസ്തമയം, നക്ഷത്രങ്ങൾ ഉദിക്കുന്നത്, ഇതിലെല്ലാം ബുദ്ധിയുള്ള ആളുകൾക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. നിങ്ങൾ ചിന്തിക്കണമേ എന്നല്ലാഹു പറഞ്ഞ ആയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിക്കപ്പെടുന്ന ഒരു രാത്രി ആ ആയത്തുകളോതി നബി തങ്ങൾ നിസ്കരിക്കുന്നു. ആ നിസ്കാരത്തിൽ തങ്ങൾ കരയുന്നു. ആ കരഞ്ഞ് നബി തങ്ങൾ നിസ്കാരം അവസാനിപ്പിക്കുമ്പോഴേക്കും സുബ്ഹിയാവുന്നു. ആ നേരം ബിലാൽ തങ്ങൾ വന്ന് ചോദിക്കുന്നു, എന്തിനാ നബിയെ കരയുന്നത്? പറഞ്ഞു കൊടുക്കുന്നു നബി തങ്ങളുടെ മറുപടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മറക്കാൻ കഴിയാത്ത ആയിഷ റളിയല്ലാഹു അൻഹയുടെ അനുഭവം പറഞ്ഞത് നബി തങ്ങളുടെ ഒരു നിസ്കാരത്തിൻ്റെ കഥയാണ്. ഹബീബിൻ്റെ കൂടെ ജീവിച്ച നൂറുകണക്കിന് സംഭവങ്ങളുണ്ട്. നബി തങ്ങളുടെ കൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ബീവി റളിയല്ലാഹു അൻഹ ചെയ്ത ഒരുപാട് യാത്രകൾ, തങ്ങളോടൊപ്പം യുദ്ധത്തിന് പോയത്, അതൊന്നുമല്ല വലിയ അത്ഭുതം. നബി തങ്ങളുടെ ഒരു നേരത്തെ നിസ്കാരത്തിൻ്റെ അനുഭവമാണ്. അപ്പോൾ റമദാനിൻ്റെ ഈ പകലിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ആലോചിക്കുന്നത്, അങ്ങനെ ഒരു നിസ്കാരം അല്ലെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയപ്പാട് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ഈ മാസത്തിൽ അള്ളാഹുവിൻ്റെ കലാം ഓതുമ്പോൾ, അള്ളാഹുവിൻ്റെ മുമ്പിൽ തക്ബീർ ചൊല്ലി നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്നതാണ്. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹുവിനെ ഭയപ്പെടാനുള്ള തൗഫീഖ് തരട്ടെ. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു നരകത്തിൽ നിന്ന് 1000 വർഷം കഴിഞ്ഞ് മോചനം ലഭിക്കുന്ന ഒരാളുടെ കഥ പറയുന്നുണ്ട്. 1000 വർഷം നരകത്തിൽ ശിക്ഷിക്കപ്പെട്ടതിൻ്റെ ശേഷം ആ മനുഷ്യനെ അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുവരുമെന്നാണ്. കാരണം ഈമാനുള്ള, അടിസ്ഥാനപരമായ ഈമാനുള്ള ആളുകൾ ലൈസു മുഖല്ലദീന ഫിന്നാർ, നരകത്തിൽ എന്നെന്നും നിലകൊള്ളുന്നവരല്ല, അവർ രക്ഷപ്പെടുത്തപ്പെടുന്നവരാണ്. നരകത്തിൽ നിന്നവരെ കൊണ്ടുവരുന്നതിൻ്റെ രംഗം പറഞ്ഞിട്ടുണ്ട് റബ്ബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കത്തിക്കരിഞ്ഞ് കരിയായി മാറിയിട്ടുണ്ടാകും. അങ്ങനെ മാ ഉൽ ഹയാ അല്ലെങ്കിൽ നെഹ്റുൽ ഹയാ എന്ന് പറയുന്നൊരു പുഴയിൽ അവരെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ അവർ സുമുഖന്മാരായിട്ട് മാറുന്നതാണ്. ആ കുളി കഴിഞ്ഞിട്ടാണ് സ്വർഗത്തിലേക്ക് അവരെ കൊണ്ടുവരിക. 1000 വർഷം നരകത്തിൽ കിടന്ന ഒരു മനുഷ്യനെങ്ങനെ കൊണ്ടുവരുമ്പോൾ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, ലൈതനി കുൻതു ദാക റജുൽ, ഞാൻ ആ മനുഷ്യനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, ആ മനുഷ്യനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറഞ്ഞാൽ 1000 കൊല്ലം കഴിഞ്ഞിട്ടെങ്കിലും സ്വർഗത്തിലേക്ക് എത്തുമല്ലോ. എൻ്റെ ആഗ്രഹം അതാണ്. എവിടെ? സ്വർഗം കണ്ട് മരിക്കുന്ന പ്രഗത്ഭരായ ഈ പണ്ഡിതന്മാർ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അങ്ങനെയാണ്, റബ്ബേ 1000 കൊല്ലം കഴിഞ്ഞിട്ടെങ്കിലും എനിക്ക് നിന്റെ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുമല്ലോ, നരകത്തിൽ ശാശ്വതനായി പോകുന്നില്ലല്ലോ. 1000 കൊല്ലം നിന്റെ ശിക്ഷ അനുഭവിച്ചാലും പടച്ചവനെ എനിക്ക് സ്വർഗപ്രവേശം കിട്ടിയാൽ മതിയായിരുന്നേനെ. അയാൾക്ക് കിട്ടുമെന്ന് ഉറപ്പാണല്ലോ. എൻ്റെ അവസ്ഥ എന്താണ്? അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഈ സ്വർഗത്തിലേക്കൊക്കെ ടിക്കറ്റ് മുറിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ രീതിയിൽ പല പ്രചരണങ്ങളും നടക്കുന്നത് കാണാൻ കഴിയും. ഉറപ്പാണ് സ്വർഗം നമ്മുടെ കൂടെ കൂടിക്കോ, അങ്ങനെയൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പാടുള്ളതല്ല. സ്വഹാബികൾ അങ്ങനെ പറയുന്നില്ല. സ്വഹാബത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഇങ്ങനെയാണ്. മഹത്തുക്കളായ ആലിമീങ്ങളും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചിരുന്ന ആളുകളും ഇത്ര ഗൗരവത്തിലാണ് വിഷയങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ ഒരൽപ്പം ഗൗരവത്തോടുകൂടെ പറയാവൂ എന്ന് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. സുഫിയാനു സൗരി തങ്ങൾക്ക് പരലോകത്തെ സംബന്ധിച്ചുള്ളൊരു വാദ് കേൾക്കുകയാണെങ്കിൽ, അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു വാദ് കേട്ടാൽ മഹാനവറുകൾ കാന യബൂലു ദമ, മൂത്രൊഴിക്കുമ്പോൾ ചോര കാണുമായിരുന്നു പേടികൊണ്ട്. മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു തആല ഖൽബിന്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്.